ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് മോഷൻ ഗ്രാഫിക്സ്? അതായത് ഒരു ഗ്രാഫിക് എലമെൻറ്റിന് നമ്മൾ അനിമേഷൻ കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗ്രാഫിക് എലമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ്, ഷേപ്പുകൾ, ടെക്സ്റ്റുകൾ, ഗ്രാഫിക് എലമെൻസുകൾ, അതായത് ഷേപ്സിൽ തന്നെ നമുക്ക് റെക്ടാങ്കിൾ വരുന്നുണ്ട്, ട്രയാങ്കിൾ വരുന്നുണ്ട്, ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗ്രാഫിക് എലമെൻസിനൊക്കെ നമ്മൾ അനിമേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പോസ്റ്ററൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പോസ്റ്റേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോഷൻ കൊടുക്കുന്നു, അനിമേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ പോസ്റ്റർ ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഷൻ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയിട്ട് അത് അനിമേഷൻസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഒരു ഇമേജ് കാണുന്നതിനേക്കാളും ഓഡിയൻസിന് കുറച്ചും കൂടെ അട്രാക്ഷൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് അനിമേഷൻസ് കൊടുക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒക്കെ ലോഗോ അനിമേഷൻസ് ചെയ്യുന്നത്, അതായത് മോഷൻ ഗ്രാഫിക്സ് 2D നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് മോഷൻ ഗ്രാഫിക്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിനർ വീഡിയോസുകൾ ചെയ്യുന്നതും, ടൈറ്റിൽ അനിമേഷൻസ് ചെയ്യുന്നത്, ദെൻ റിലിക്കൽ വീഡിയോസുകൾ, ഇപ്പോൾ സോങ്സൊക്കെ, ഇപ്പോൾ പുതിയ സിനിമകളിലൊക്കെ സോങ്സൊക്കെ ഇറങ്ങുന്ന സമയത്ത് റിലിക്കൽ വീഡിയോസുകളൊക്കെ ചെയ്യുന്നില്ല ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇതിനൊക്കെയാണ് നമ്മൾ മോഷൻ ഗ്രാഫിക്സ് പറയുന്നത്. സോ നമ്മുടെ മോഷൻ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ അഡോബിയുടെ ആഫ്റ്റർ എഫക്ട്സ് പറയുന്ന സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ നമ്മൾ 3D മോഷൻ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതിന് നമ്മൾ സിനിമ 4D എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ മോഷൻ ഗ്രാഫിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കീപ്പ് വാച്ചിങ് അസ്.